ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നമ്മുടെയൊക്കെ വായിൽ വെള്ളം വരുന്ന ഒരു വെട്ട് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അമ്മച്ചിയാണ് ആ വെട്ട് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നൊസ്റ്റാൾജിക് ചായക്കടയിലെ പലഹാരമാണ്. ഞങ്ങളൊക്കെ ഇത് നാട്ടിൽ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ചായക്കട കയറി കഴിക്കും, അല്ലെങ്കിൽ അമ്മച്ചിയെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിച്ചിട്ട് കഴിച്ചിട്ടേ വരാറുള്ളൂ. കുറച്ച് പാഴ്സലും കൂടെ കൊണ്ടുവരാറുണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് 250 ml കപ്പാണ് 3 കപ്പ് മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത റവയും കൂടി ഇട്ടിട്ട് ഓരോ ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാനുള്ളത് ഒരു 1.25 കപ്പ് പഞ്ചസാര, അതിൻ്റെ കൂടെ ഒരു 3-4 ഏലക്കയുടെ കുരുവും കൂടി ഇട്ട ശേഷം ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ട് ഒരു 3 കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള അതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എസൻസോ ചേർക്കാം. ഞാൻ മഞ്ഞ കളറുള്ള നമ്മളുടെ മാംഗോ എസൻസ് ആണ് ചേർക്കുന്നത്. അതിനാണ് ഒരു ഫ്ലേവറും ഉണ്ട്, കളറും ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്ന ശേഷം ഇതിലേക്ക് ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പൊടി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ, ലിക്വിഡിറ്റി കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ച് പൊടി ഇടാം. ഇനി അഥവാ ഡ്രൈ ആയിട്ടായിരിക്കുന്നതിൽ കുറച്ച് പാലൊഴിക്കാം. മഞ്ഞൾപ്പൊടി ഇടരുത്. മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോഴേക്കും അത് കരിഞ്ഞു പോകും. ഇനി ഒരു 4 മണിക്കൂർ മാറ്റി വെച്ച ശേഷം അത് എടുത്തൊന്ന് കൗണ്ടർ ടിപ്പിലിട്ട് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ചപ്പാത്തി പലകയുടെ മേളിൽ വെച്ച് പരത്തി എടുത്ത ശേഷം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഷാർപ്പ് എഡ്ജുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ പുട്ടുകുറ്റിയുടെ മറുവശമില്ലേ അത് വെച്ചോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഷേപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൂവിൻ്റെ ഷേപ്പാണ് അമ്മച്ചി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കുരിശിൻ്റെ ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് ഓർക്കാനുള്ളത്, എണ്ണ ഒത്തിരി ചൂടായിരിക്കരുത്, അങ്ങനെയാണെങ്കിൽ കരിഞ്ഞു പോകും. എണ്ണയൊന്ന് നല്ലപോലെ ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം മാത്രം വേണം ഇത് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ അകമെല്ലാം ഒന്ന് വെന്ത് വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഓരോ പ്രാവശ്യമായിട്ട് 3, 4, 5 എണ്ണം ഇട്ട് ഞങ്ങളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പർ വെട്ടുകേക്കാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. പിന്നെയും ഒന്നും കൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു കമൻറ്റ് കൊടുത്തിരിക്കണേ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. താങ്ക്